സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങൾ TV പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുകയും ടീമിൻ്റെ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സഹകരണം തുടർന്നും ഈ പ്രോഗ്രാമിനോടൊപ്പം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ പിന്തുടർച്ച എന്ന പോലെ ഇന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഒരു ഭാഗം നിർത്താൻ വിചാരിക്കുന്നു. ഈ ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു മാന്യ സഹോദരനുണ്ട്. ആ സഹോദരന് വേണ്ടി നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഗൾഫ് നാടുകളിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, എങ്കിലും പേര് പറയാതെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. താനൊരു ബാച്ചിലേഴ്സാണ്. ആമേൻ. സ്വർഗപിതാവേ, രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ ഈ പകൽ സമയം അങ്ങയുടെ വേലയെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് തൻ്റെ പരിമിതിയിൽ നിന്ന് ഇപ്രകാരം ഒരു എപ്പിസോഡ് സഹകരിക്കുവാൻ തന്നെ ഒരുക്കിയതിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങൾ ഉള്ളെങ്കിൽ തന്നെ ഭരമേൽപ്പിക്കുന്നു. നിങ്ങളുടെ നാമത്തോട് കാണിക്കുന്ന സ്നേഹവും അധ്വാനവും മറന്നുകളയാൻ തക്കവണ്ണം അങ്ങ് ആ ശേഷം പോലും കർത്താവേ അങ്ങനെ ചെയ്യാറില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയെ മാനിക്കുന്നവരെ മാനിക്കുന്ന അങ്ങയുടെ സ്നേഹം ആ സഹോദരനെ മാനിക്കുവാനും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തന്നെ അനുഗ്രഹിക്കേണ്ടതിനും പ്രാർത്ഥിച്ച കർത്താവിനെ പരമേൽപ്പിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഈ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പേരായി അവർക്ക് ആശ്വാസവും വിടുതലും നന്മയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അങ്ങേക്ക് നൽകുന്നു യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിന് ലോകത്തിൽ എന്താണുള്ളത്. എല്ലാം ഉണ്ട്, പക്ഷേ പ്രത്യേകമായി വിശേഷമായ ഒരു സ്പെഷ്യലായിട്ട് എന്താണുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തി 20-28 നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരായി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശുക്രിസ്തുവിന് ലോകത്തിലുള്ളത് എന്ത്? സ്തോത്രം. ഓരോരോ കാലങ്ങളിലും ഈ ലോകത്തിൽ സംഭവിക്കുന്ന ദോഷവശങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരുന്ന മുന്നറിയിപ്പാണ് ബൈബിൾ. അവിടെ പ്രായമോ മതമോ രാജ്യമോ ഭാഷയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ആർക്കും ഇതറിയാം. അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. ഇന്ന് പറയുന്നത് യേശു ഇവിടെ വന്നെന്ന് ക്രൂശിൽ മരിച്ചെന്ന് ലോകം മുഴുവൻ സമ്മതിക്കുന്ന അറിയുന്ന കാര്യമാണ്. പക്ഷെ അവൻ രക്ഷകനാണെന്നോ ദൈവപുത്രനായിരുന്നോ ദൈവമായിരുന്നു എന്നോ കാര്യത്തിലേ മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. അവിടെ നിൽക്കട്ടെ. ഏതൊരാൾ യേശുവിനെ അന്വേഷിച്ച് വന്നാലും താല്പര്യപ്പെട്ട് വന്നാലും സ്വീകരിക്കാൻ മനസ്സായാലും പരിശോധിക്കാനും കേൾക്കാനും അറിയാനും മനസ്സായാലും അവന് വേണ്ടിയാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. യേശുവിന് വിട്ടൊരു സഭയുണ്ട്. അത് ആൾക്കൂട്ടമല്ല. എന്നാൽ പിന്നെ ആൾക്കാർ കൂടി വരുന്നതിന് എന്താ പേരിടേണ്ടത്? ആൾക്കൂട്ടം തന്നെ. വേറെ പല പേര് ഉച്ചരിക്കാൻ കഴിയും. പക്ഷെ യേശുവിൻ്റെ സഭ ആൾക്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല.
യേശുവിൻ്റെ സഭയ്ക്ക് ചില ക്വാളിറ്റിയുണ്ട്, വ്യത്യസ്തമായിരിക്കുന്ന ജീവിത ശൈലിയുണ്ട്. ആ ശൈലിയാണ് യേശുവിൻ്റെ സഭ ഏതാണെന്ന് ലോകത്തിന് തിരിച്ചറിയാനിടയാകുന്നത്. അതെങ്ങനെ ഉണ്ടായി, അതൊക്കെ എങ്ങനെയൊക്കെ ചുരുക്ക സമയത്തിനുള്ളിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവസാനിപ്പിക്കുക. സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ വചനമെന്ന പാല് കൊടുത്ത് മേയ്ക്കുവാൻ, വചനമെന്ന ആഹാരം കൊടുത്ത് മേയ്ക്കുവാൻ, വചനത്തിൽ അവരെ ബലപ്പെടുത്താൻ, ഉറപ്പിക്കാൻ, ഗ്രഹിപ്പിക്കാൻ, ഒരുക്കാൻ ദൈവം വച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് വായിച്ചത്. പരിശുദ്ധാത്മാവ് ചിലരെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ നിർമ്മലമായ സത്യത്തെ, നിർവ്യാജമായ അതിൻ്റെ രീതിയെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും അനിഷ്ടം തോന്നാറുണ്ട്. സാരമില്ല. ആദ്യകാലത്തെ പിതാക്കന്മാരായിരുന്ന യേശുവിൻ്റെ അപ്പോസ്തലന്മാരായവർ ചെയ്തതും ശീലിച്ചതും യേശുവിൽ നിന്ന് കേട്ട് പഠിച്ചതും യേശുവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നതുമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയും ദൈവാത്മാവിൻ്റെ നിയോഗം നിറവും വരുമ്പോൾ അവർ കുറിച്ചു വെക്കുകയും ചെയ്ത കുറിപ്പടിയാണ് വായിച്ചത്. യേശുവിൻ്റെ സഭയെ മേയ്ക്കാൻ പരിശുദ്ധാത്മ അധിഷ്ഠരാക്കി വെച്ച ആട്ടിന് കൂട്ടം. 115 സങ്കീർത്തനം 16 വാക്യം ഒന്ന് നോക്കാം. 115 സങ്കീർത്തനം 16 വാക്യം. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. സ്തോത്രം. ദൈവം നിർമ്മിച്ച 3 ലോകമുണ്ടെന്ന് ഞാനിതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർലോകം, ഭൂലോകം, അധോലോകം. ഇനി അത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ വായിച്ചത് സ്വർഗം ദൈവത്തിൻ്റെതാണ്, ഭൂമി മനുഷ്യർക്ക് കൊടുത്തതാണ്, മനുഷ്യരുടേതാണ്. അത് മറ്റൊരു ശക്തി തട്ടിയെടുത്തു. അത് ദൈവത്തോട് എതിർത്ത് നിന്ന ദൈവബോധ സംഘമാകുന്ന പിശാചാണ് തട്ടിയെടുത്തത്. അപ്പോൾ അവൻ അധികാരത്തോടും അവകാശബോധത്തോടൊക്കെ യേശുവിനോട് പോലും പറഞ്ഞു ഇതൊക്കെ എൻ്റേതാണെന്ന്. ആകുന്നെന്നും അല്ലെന്നും യേശു പറഞ്ഞില്ല. എന്തും ആകട്ടെ, ഭൂമി മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്നു. അതിൽ വസിക്കുവാൻ, അതിൽ കൃഷി ചെയ്യുവാൻ, അതിൽ ഉൽപ്പാദനം ഉണ്ടാക്കുവാൻ, അതിനാൽ ജീവിക്കുവാൻ എന്ന് വേണ്ട നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്തൊക്കെ ഉതകണമോ, ലഭിക്കണമോ, ആവശ്യമുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ടാക്കുവാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു ഭൂമി. അപ്പോൾ ആ ഭൂമിയിലാണ് നാം ഉള്ളത്, ആ ഭൂമിയിലാണ് ദൈവത്തിൻ്റെ സഭയും ഉള്ളത്. ആ ഭൂമിയിലുള്ള സഭയ്ക്ക് ക്വാളിറ്റി എന്ന വാക്ക് ഞാൻ ആദ്യം പറഞ്ഞു. അഥവാ അവരുടെ ജീവിത ശൈലി. ഒന്നാമത് അവരുടെ ശരീരത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 1 കൊരിന്ത്യർ 6:19 വായിക്കാം. 1 കൊരിന്ത്യർ 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഇവരെ 3 കൂട്ടം അറിയണമെന്നാണ് പറഞ്ഞ ആ വാക്യത്തിൽ. അത് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. നിങ്ങളുടെ മന്ദിരം എന്ന് പറഞ്ഞാൽ അതൊരു ആലയത്തോടെന്ന പോലെ ഉദാഹരിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ചേരുന്ന പദമെടുത്ത് പറയുകയാണ്. നിങ്ങളുടെ മന്ദിരം ദൈവത്തിൻ്റെയാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്ന ഈ ശരീരം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിരിക്കുന്ന ഈ ശരീരം, അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവനെ വിലയ്ക്ക് വാങ്ങിയെന്നാണ് പറഞ്ഞ്. മനുഷ്യനെ വിലയ്ക്ക് വാങ്ങാൻ ദൈവത്തിന് എന്താ കൊടുക്കാനുള്ളത്? എല്ലാം ദൈവത്തിൻ്റെ അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മനുഷ്യൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് ചോർന്നു പോയി, അല്ലെങ്കിൽ അന്യപ്പെട്ടു പോയി എന്ന്. അപ്പോൾ അവനെ വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങാൻ കൊടുത്തത് പാപത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ കൊടുത്തതാണ് രക്തം, യേശുവിൻ്റെ പുണ്യാഗ രക്തം. ആ പുണ്യാഗ രക്തത്തിൽ നിന്ന് അവനെ രക്തം കൊടുത്തവനെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് അത്ര സുലഭമല്ല, സുഖകരമല്ല, നമുക്ക് ആസ്വാദ്യകരമായി തോന്നുകയില്ല. എപ്പോൾ? ഈ ശരീരത്തിലിരിക്കുന്ന കാലത്ത്.
പിന്നെ ഈ ലോകത്തിലിരിക്കുന്ന കാലത്ത്, പിന്നെ ഈ കാലഘട്ടങ്ങളിലെ കാര്യം പറയാൻ വേണ്ടല്ലോ. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പ്രകാരം ദൈവത്തിൻ്റെ നിക്ഷേപമാണ്, സമ്പാദ്യമാണ്, സമ്പത്താണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ പോലെ അത് ദൈവം തന്നെ വേർതിരിച്ചെടുത്ത ഒരു ജനനദിയായിരുന്നു. ഇവിടെ സകല പേർക്കും വേണ്ടി പാപരിഹാരം വരുത്തുവാൻ, പാപത്തിന് ശിക്ഷ കൊടുക്കേണ്ടതായ ദൈവനീതിക്ക് മുമ്പിൽ അങ്ങനെ ആ ശിക്ഷ നിത്യനരകമാകയാൽ, ദണ്ഡന സ്ഥലമാകയാൽ, നിത്യദണ്ഡനം, എങ്ങനെയും അവനെ അതിൽ നിന്ന് ഉദ്ധരിക്കണമെന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിന് അത്യധികമായ സ്നേഹമുണ്ടായപ്പോൾ അവരാലോചിച്ചിട്ട പദ്ധതിയാണ് ആര് ഈ പ്രശ്നം പരിഹരിക്കും. യേശു പറഞ്ഞു, ഞാൻ പോയി പരിഹരിക്കാം, ഞാൻ പോയി പരിഹരിക്കാം. അതാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. യേശു ലോകത്തിൽ വന്നെന്നും ക്രൂശിൽ മരിച്ചെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും 40-ാം നാൾ സ്വർഗ്ഗാരോഹണം ചെയ്തെന്നും ഭൂതലം മുഴുവനും പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യമാണ്, അറിയപ്പെടുന്ന കാര്യമാണ്. ആ വിഷയത്തിന് ശരിയായ ഒരു തലം അടുത്ത എപ്പിസോഡിൽ പറയും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ ദൈവത്തിൻ്റെ സമ്പാദ്യത്തിൽ ഓരോ ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാൻ വസിക്കാനുള്ള ഇടമാണ്. അവിടെ ഞാനത് വിശദീകരിക്കാൻ ഇപ്പം മുതിരുന്നില്ല. എഫേസ്യ ലേഖനം 2:19 വായിച്ചേ. 2:19, എഫേസ്യ ലേഖനം 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. അല്ല, അന്യന്മാരും പരദേശികളും അല്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ ആയിരുന്നു, ഇനി അല്ല. അടുത്തത്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഇപ്പം ആരായി? ദൈവത്തിൻ്റെ ഭവനക്കാരായി. എന്നിട്ട് എവിടെയാണ് ഉള്ളത്? ലോകത്തിലാണ് ഉള്ളത്. അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നിട്ട് ജയിലറൊക്കെ കിടന്നില്ലേ കാലങ്ങൾ? ഓർക്കുക, ഈ ആയുസ്സിലെ കാര്യത്തിന് വേണ്ടി അല്ല യേശു വിലയ്ക്ക് വാങ്ങിയത്. യേശുവിന് ഭവനക്കാരാകാനാണ്. യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഇത് നിങ്ങൾ അന്യരല്ല, ഇത് നിങ്ങൾ പരദേശികളല്ല. ഇന്നത്തെ ജീവിതത്തിന് 1 നൂറ്റാണ്ട് വരെ നമുക്ക് വേണമെങ്കിൽ സംഖ്യയിടാം. എന്ന് പറഞ്ഞാൽ 100 വർഷം. 100 വർഷമൊക്കെ പോകുന്നവർ വളരെ അപൂർവമാണല്ലോ. അപ്പുറത്തെ ലോകത്തിലേക്ക് എത്ര നൂറ്റാണ്ടെന്നോ സഹസ്രാബ്ദങ്ങളെന്നോ എത്ര ആയിരക്കണക്കിന് വർഷങ്ങളെന്നോ കണക്കില്ലാത്ത കാലം, കണക്കിതുവരെ പറയാത്ത കാലം, എന്നേക്കുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന നിത്യനരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യരെ വീണ്ടെടുക്കാൻ കൊടുത്ത വിലയാണ് യേശുവിൻ്റെ രക്തം. അങ്ങനെ വിലക്കെടുത്ത യേശു ഇവിടെ ഒരു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. അഥവാ ഇവിടെ ഒരു സഭയുണ്ട് അവൻ്റെ. അത് ആൾക്കൂട്ടത്തിൻ്റെ നമ്പറിലല്ല. ഞാൻ ഒരു കാലത്ത് ആൾക്കൂട്ടത്തിൻ്റെ നമ്പറിലായിരുന്നു. എനിക്ക് ദൈവം ബോധം വരുത്തിയപ്പോൾ, അഥവാ തിരിച്ചറിവ് ഈ വിഷയത്തെക്കുറിച്ച് തന്നപ്പോൾ, ഞാൻ ഇത് ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട്, പല നാളുകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ നോക്കിയിട്ട് വ്യക്തമായി, കൃത്യമായി, പദ്യമായി, ചിട്ടയായി മനസ്സിലാക്കിയപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. യേശുക്രിസ്തു വന്നത് സത്യമാണ്, ക്രൂശിൽ മരിച്ച സത്യമാണ്, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് സത്യമാണ്, 40-ാം നാൾ സ്വർഗ്ഗാരോഹണം ചെയ്തത് സത്യമാണ്, ഇനി അവൻ മടങ്ങി വരുമെന്നുള്ള കാര്യവും സത്യമാണ്. ഇനി മടങ്ങി വരുന്നത് ലോകർക്ക് വേണ്ടിയല്ല, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തന്നെ സഭയെ കൂട്ടാൻ ചേർക്കാനാണ് വരുന്നത്. അതിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നാലും ചമഞ്ഞാലും അധികാരങ്ങളോ പരിധികളോ
ഉന്നത നിലവാരങ്ങളോ പദവികളോ ഒക്കെ ഉണ്ടായാലും അതൊക്കെ ശവപ്പെട്ടി എന്ന സെമിത്തേരിൽ തീരും. ശവപ്പെട്ടി എന്ന സെമിത്തേരിക്ക് അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. ഉണ്ടെന്ന് ബോധ്യമായപ്പോഴാണ് ആൾക്കൂട്ടം വന്ന സഭയിൽ നിന്ന് വിശുദ്ധന്മാരുടെ സംഘത്തിലേക്ക് വന്നത്. ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും മാത്രമേ. നോക്കുക, ആ പങ്കാളിത്തം ഉണ്ടോ? എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടോ? ഒരിക്കൽ ഒരമ്മയും ഒരപ്പനും തൻ്റെ മകളുടെ കൂടെ എൻ്റെ അടുത്ത് വന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. അവളൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. ശരീരത്തിന് ചില പ്രശ്നവും പ്രയാസങ്ങളും ഉള്ളതുകൊണ്ട് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞതിനാൽ അവർക്ക് ആ കൂടി അതിനകത്തൊരു വിഷമം. അതിനൊത്തിരി പണച്ചെലവുണ്ട്. കൂടാതെ ഈ മോൾക്ക് ആകുമ്പോൾ അധികം പ്രായമില്ലാത്ത യൗവനക്കാരിയാകുമ്പോൾ അവൾക്ക് ഭയമുണ്ട്. ആകട്ടെ, ചുരുക്കി പറയാം, ഞങ്ങൾ 5 പേരും കൂടെ പ്രാർത്ഥിച്ചു. വന്ന 3 പേരും ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ മേൽ ഡോക്ടറുടെ കത്തി വെക്കാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം അവരോട് ചെല്ലാൻ പറഞ്ഞിരുന്ന ആസ്പത്രിയിൽ അവർ പോയി ചെന്നു. ആകമാനം പരിശോധിച്ചു. പരിശോധനയ്ക്ക് ടെസ്റ്റിന് വലിയ ചാർജൊക്കെ ഉള്ളത് പല പരിശോധനയും നടത്തി. അവസാനം അവർ പറഞ്ഞു, ഒരു കുഴപ്പവും കുട്ടിക്കില്ല, നമുക്കിപ്പോൾ സർജറിയുടെ ആവശ്യമില്ല, അവൾ പോയി പഠിച്ചോട്ടെ. ആർക്കാ വിശ്വസിക്കാൻ കഴിയുക? ഇത് ജനുവരി മാസത്തിലുണ്ടായ സംഭവമാണ്. സ്തോത്രം. ഞാനെന്താ പറഞ്ഞു വരുന്നത്? ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണെന്നേ. രോഗം വരില്ല എന്ന അർത്ഥമല്ല പറഞ്ഞേ. സകലമാന ഡോക്ടർമാരേക്കാൾ മേലെയാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. സകല ഔഷധങ്ങളേക്കാൾ, ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള സകല ഔഷധങ്ങളേക്കാൾ മേത്തരമാണ് ദൈവവചനം. ഞാൻ എൻ്റെ വചനമായി സൗഖ്യമാക്കും. കാരണം നിങ്ങളിനി അന്യരല്ല, പരദേശികളല്ല, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. കർത്താവ് സഹായിക്കട്ടെ. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. കണ്ടോ, എല്ലാവർക്കും പത്രോസിനെ ഇഷ്ടമാ. പത്രോസിനെ പറയും നല്ലത് നല്ലത് നല്ലത്. ഞാനും അങ്ങനെ തന്നെ. പത്രോസിനെ ഇഷ്ടപ്പെടാൻ കാരണം പത്രോസ് ഒരു ആത്മീകനായിരുന്നതുകൊണ്ടാണ്. പത്രോസ് ഒരു ഭക്തനായിരുന്നതുകൊണ്ടാണ്. പത്രോസ് ചില നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ്. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. ഈ മുമ്പേ എന്ന് പറഞ്ഞാൽ എന്നാ, ലോകത്തിലേക്ക് ജനിക്കുന്നതിന് മുമ്പേ എന്നല്ല. ഈ വിഷയവുമായി കൂട്ടിമുട്ടുന്നവരെ, രക്ഷിതാവായ യേശുവിനെ മുട്ടുന്നതുവരെ, പാപത്തിന് പരിഹാരം വരുത്തുന്നതുവരെ, പാവം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നതുവരെ, ലോകത്തിൽ ആദ്യം വാ തുറന്ന് പറഞ്ഞത് യേശു ക്രിസ്തു പറഞ്ഞത്, കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ടാലേ സത്യം കാമും കഴിയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. മാനസാന്തരപ്പെടാതെ ആർക്കും വേദപുസ്തകം പഠിക്കാം, വേദപുസ്തകം വായിക്കാം. അവർക്കെല്ലാം അത് അക്ഷരമായും അറിവായും ഇരിക്കുമ്പോൾ, മാനസാന്തരപ്പെട്ടവർക്ക് അത് ആത്മാവായും ജീവനായും അനുകരിക്കാനും അനുസരിക്കാനും ബാധ്യതയുള്ളതായും അതെനിക്ക് വേണമെന്ന് തീർച്ചപ്പെടുത്തുന്നവരുമായിട്ട് മാറും. അല്ലാതെ അറിവ് കൊണ്ടും അക്ഷരം കൊണ്ടും പഴക്കവും തഴക്കവും പാരമ്പര്യവും പഴമയും പറഞ്ഞതുകൊണ്ടൊന്നും കാര്യം നടക്കൂല. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, കണ്ടോ, ഇപ്പോൾ ദൈവത്തിൻ്റെ ജനം. അങ്ങനെ പത്രോസ് അത്ര സവിസ്തരമായി പറഞ്ഞിരിക്കുമ്പോൾ
2:7 കൂടെ വായിക്കാമോ? 1 പത്രോസ് 2:7. 1 പത്രോസ് 2:7. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ടെന്ന്. ഭൂമിയിൽ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന് സഭയുടെ അംഗങ്ങൾക്ക് ആ മാന്യതയുണ്ടെന്ന്. ആ സഭയ്ക്ക് ആ മാന്യതയുണ്ടെന്ന്. ആ മാന്യത എന്ന പേര് വിളിച്ചത് ലോകത്തിൽ ആരുമേ അല്ല. മഹാന്മാരും മഹതികളും ഒരുപാട് ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും ആയിരിക്കുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രീയമായി കാര്യങ്ങൾ നടക്കുന്നവരും കാണുന്നവരുമായിട്ട് ഒരുപാട് ആൾക്കാർ ലോകത്തിലുണ്ട്. ശരി, സംഭവിക്കുന്നു, നല്ലത്. അവരെ ആരുമല്ല നീ മാന്യനാന്ന് പറഞ്ഞത്. യേശുവിൽ വിശ്വസിക്കുന്ന അനുസരണത്തിൽ കൂടെ വരേണ്ടതാണ്. യേശുവിൽ വിശ്വസിക്കുന്ന നീ മാന്യനാണെന്ന് പറഞ്ഞത് അവിടുന്ന് തന്നെയാണ് പറഞ്ഞത്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. കേട്ടോ? സ്തോത്രം. അവരെക്കുറിച്ച് പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമാലേഖനം 14:8 കൃത്യമായിട്ട് കാണാൻ കഴിയും. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ എന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. അത് യേശുവാണ് അതിന് വില കൊടുത്തത്. റോമാലേഖനം 14:8 പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. കണ്ടോ? എനിക്ക് എല്ലാ വാക്കുകളും ഇഷ്ടമാണെങ്കിലും ഒടുവിൽ പറഞ്ഞ പദം ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ തന്നെ താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും, കർത്താവേ, ഞാൻ കർത്താവിനുള്ളത് തന്നെ. ഇത് ചില സമയങ്ങൾ പലവട്ടം പറയുകയും പിന്നെ നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ പറയുകയൊക്കെ ചെയ്യും, മനസ്സിൽ പറയുകയൊക്കെ ചെയ്യുമ്പോഴേ അങ്ങനെ പറയുന്ന ആളെയാണ് കർത്താവിന് ആവശ്യം. കാര്യം സാധിച്ചെടുക്കാൻ പറ്റുന്നവരല്ല കർത്താവിന് ആവശ്യം. അങ്ങനെ പറഞ്ഞ് കർത്താവുമായിട്ട് ഒരു ടച്ച് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവുമായിട്ടൊരു ബന്ധമായി കഴിഞ്ഞാൽ, കർത്താവുമായിട്ട് ഒന്നായി കഴിഞ്ഞാൽ, ഒരുവൻ എന്നിൽ ഞാൻ അവനിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പോൾ പിതാവേ നീ ഞാൻ ഒന്നായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നാകണം. യേശുവിൻ്റെ പ്രാർത്ഥനയാണ് അപ്പസ്തലന്മാരെ വെച്ചുകൊണ്ട്. അങ്ങനെ പിതാവാം ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും ഞാനും കൂടെ ഒന്നായി കഴിയുമ്പോൾ, ഐക്യപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ആവലാതിയില്ല, വേവലാതിയില്ല, പരാതിയില്ല, പരിഭവമില്ല. കർത്താവ് എന്തെങ്കിലും കാര്യം സാധിക്കാതിരിക്കത്തില്ല, എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല, എങ്ങനെയും അതിന് വഴി ഒരുക്കാതിരിക്കത്തില്ല. സ്തോത്രം. ഞാൻ ഈ പ്രോഗ്രാം നടത്തുന്നത് 9ാമത്തെ വർഷം ആയി. വിശ്വാസത്താൽ മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ വായിച്ചത്, ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും കർത്താവിനുള്ളവർ തന്നെ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 15:4 കൂടെ ഒന്ന് വായിച്ചാട്ടെ. 15:4, 4-5. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയപ്പോൾ തോളിലേറ്റ് വീട്ടിൽ കൊണ്ടുവന്ന കാര്യം നിങ്ങൾ കേട്ടോ? കേട്ടില്ലെങ്കിൽ വായിക്കണം കേട്ടോ, സമയം പോലെ. കണ്ടുകിട്ടിയപ്പോൾ ചുമലിലേറ്റി വീട്ടിൽ കൊണ്ടുവന്നു. ഏതാണ് ഇവിടെ വീട്? ഏതാണ് വീട്? സ്തോത്രം. ഓർത്തുകൊള്ളുക, സഭ അവൻ്റെ വീടാണ്. സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ, അത് അവൻ്റെ വീടാണ്. ആ വീട്ടിലാണ് കൊണ്ടുവന്നത്. എൻ്റെ പൊന്നേ, സ്തോത്രം. പ്രായം കൊണ്ടല്ല, 6 പതിറ്റാണ്ട് മുമ്പ് മുതൽ ഞാൻ പറയുന്നതാണ്, ഞാൻ അങ്ങയുടെ വീട്ടിലാണ്. അതിന് മതം ഇല്ല, നിറം ഇല്ല, പ്രായം ഇല്ല, അതിന് ഭാഷ വ്യത്യാസമില്ല, അതിന് പണം അവിടെ ആവശ്യമില്ല,
ഒറ്റ കാര്യം, നീ കർത്താവിനാൽ സ്പർശിക്കപ്പെട്ടവനാണോ, മാനസാന്തരപ്പെട്ടവനാണോ, നീ വീണ്ടും ജനിച്ചവനാണോ, നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ? മറ്റൊന്നും ഇവിടെ ബാധകമല്ല. അദ്ദേഹം പറഞ്ഞതൊന്നും ബാധകമല്ല. നീ കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണ്. ഇത് നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും അത്രേ. എന്താ പറഞ്ഞത്? ഭൂമിയിൽ യേശുവിന് എന്തുണ്ട്? ഒരുപക്ഷെ നിങ്ങൾ ധാരാളം ഇത് കേട്ടിട്ടുണ്ടാവും. ഈ ക്രമത്തിലത് കേട്ടോ? ഈ ക്രമത്തിലത് അറിഞ്ഞോ? എങ്ങനെ സഭയ്ക്കകത്ത് വന്നു? ഞാൻ ആ വാക്കങ്ങ് പറഞ്ഞേക്കാം. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്ന ജോലി, സഭയോട് ചേർക്കുന്ന സമയം രക്ഷിക്കപ്പെടുമ്പോഴാണ്. അത് ആ പ്രവൃത്തി ചെയ്യുന്നത് ദൈവമാണ്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. സഭയ്ക്കകത്ത് കയറിയെങ്കിൽ ദൈവത്തിൻ്റെ ഭവനത്തിലായി. ദൈവത്തിൻ്റെ ഭവനത്തിലായി. ആ ഭവനത്തിൽ നിന്ന് ഓടിച്ചാടി പോകല്ലേ. ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഈ ചിന്ത കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ നിക്ഷേപം ഭൂമിയിൽ, ഈ എപ്പിസോഡിൽ യേശുക്രിസ്തുവിൻ്റെ സമ്പാദ്യം ഈ ഭൂമിയിൽ. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ പിന്തുടർച്ച വരും. അതിതല്ല വിഷയം. ഇങ്ങനെ ക്രമാനുഗതമായി സിസ്റ്റമാറ്റിക്കായി തെല്ലും തെറ്റാതെ, ഒന്നുകൂടി പറഞ്ഞാൽ കൃത്യമായി, പദ്യമായി നിങ്ങളെ ഓരോന്നായി പറഞ്ഞു കേൾപ്പിക്കുന്നതേ ലോകത്തോടാണ്, സകല മനുഷ്യരോടുമാണ്. പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ വചനം കേട്ടവരായ എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂട്യൂബ് വഴിയും വിവിധ നിലയിലും ഇത് കേൾക്കാനുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ആയിരങ്ങളായിട്ട് അനുഗ്രഹിക്കണമേ. വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട്, സഭകളായിട്ട് അവർക്ക് ഈ ആത്മീക ദർശനവും പരിജ്ഞാനവും നൽകണമേ. സ്വർഗരാജ്യ പ്രവേശനത്തിലേക്കുള്ള യാത്രയാണെന്നുള്ള ആ നല്ല ഓർമ്മയിൽ നിരന്തരം സഹിഷ്ണുതയോടെ, ത്യാഗത്തോടെ, സഹനത്തോടെ മുന്നേറുവാൻ അവരെ ഒരുക്കണമേ. അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും മഞ്ഞും മഴയും അയച്ചവരെ തണുപ്പിക്കണമേ, ആശ്വസിപ്പിക്കണമേ, വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. സ്വന്തം ജനത്തെ ചേർക്കുവാൻ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.